ഹലോ എവരി വൺ, അക്കോസിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് അക്കോ ഗാർഡിൻ്റെ വാട്ടർ പ്യൂരിഫയർ ആണ്. അതിൽ മോട്ടറും ഫിൽറ്ററെല്ലാം മാറ്റാൻ വേണ്ടി പോവുകയാണ്. SBI ബാങ്കിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. ചെക്ക് ചെയ്യാനായിട്ട് വന്നപ്പോഴാണ് അറിഞ്ഞത് മോട്ടറും അതുപോലെ ഫിൽറ്ററും കാര്യങ്ങളെല്ലാം ആയിട്ട് ഫുൾ ഡസ്റ്റ് നിറഞ്ഞു നിൽക്കുന്ന ഫിൽറ്ററായിരുന്നു. ഇപ്പോൾ അങ്ങനെ നമ്മൾ മോട്ടർ അയക്കുന്നതിന് വേണ്ടി ഇപ്പോൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ താഴത്താണ് 3 സ്ക്രൂസ് വരുന്നത്. ആ 3 സ്ക്രൂസ് കമ്പനി കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മെഷീൻ വർക്ക് ചെയ്യുമ്പോൾ ജെർക്കിങ് ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 3 സ്ക്രൂ താഴത്ത് കൊടുത്തിരിക്കുന്നത്. സ്റ്റാൻഡിൽ തന്നെയാണ് വെച്ചേക്കുന്നത്, എന്തായാലും നമുക്ക് ഷെയ്ക്ക് അനുഭവപ്പെടാം. അതിന് വേണ്ടിയിട്ടാണ് ഈ 3 സ്ക്രൂ താഴത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ സ്ക്രൂസ് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ അഴിച്ചെടുത്തതിൻ്റെ ഫിൽറ്ററാണ് നമ്മൾ ബക്കറ്റിലോട്ട് ഇട്ടിരിക്കുന്നത്. 4 ഫിൽറ്റർ സ്ക്രൂസ് എല്ലാം ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് പഴയ മോട്ടർ. ഇപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തു നിന്നും പുറത്തോട്ട് ആ മോട്ടർ അഴിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ട്യൂബ് ഡിസ്കണക്ട് ചെയ്യുകയാണ്. ഡിസ്കണക്ട് ചെയ്യുമ്പോൾ ഭയങ്കര ടൈറ്റ്, അതുകൊണ്ട് നമ്മൾ അവിടെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് 100 GPT അക്കോൻ്റെ VSKയുടെ പമ്പാണ്. അത് 2 ഇയർ വാറൻറ്റിയും കാര്യങ്ങളെല്ലാം വരുന്ന പമ്പാണ്. അത്യാവശ്യം നല്ല ഫ്ലോ റേറ്റും കാര്യങ്ങളെല്ലാം ഉള്ള പമ്പാണ്. നല്ല പ്രഷർ നല്ലോണം കിട്ടുന്നുണ്ട് മെംബ്രെയിനിലോട്ട് എത്രത്തോളം മോട്ടറിൻ്റെ പ്രഷർ കിട്ടുന്നു അത്രത്തോളം മെംബ്രെയിൻ്റെ പെർഫോമൻസ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. പിന്നെ വേറെ 2 സ്ക്രൂസ് കൂടി ഉണ്ടായിരുന്നു. ആ സ്ക്രൂസും കൂടെ ഇപ്പോൾ ആ മോട്ടറിൻ്റെ താഴെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ അഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ മോട്ടർ മാത്രം തനിച്ചാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, അതിൻ്റെ മോട്ടോർ പ്രഷർ കുറയാനുള്ള കാരണം ആ സൈഡിൻ്റെ ബെയറിങ്ങിൻ്റെ അവിടെയെല്ലാം നല്ലോണം ലീക്കേജ് വന്നിട്ടുണ്ട്. നമ്മുടെ പുതിയ മോട്ടറാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. പുതിയ മോട്ടറിലോട്ട് നമ്മൾ ടഫ്ലോൺ ടേപ്പ് ചുറ്റിയാണ് കണക്ടർ ഫിറ്റ് ചെയ്യുന്ന അവിടെ നല്ലോണം ടൈറ്റ് ചെയ്ത് ടഫ്ലോൺ ടേപ്പ് അത് വെച്ചതിന് ശേഷം മാത്രം ടൈറ്റ് ചെയ്യുക. ഇത് കണ്ടോ, ഇതാണ് പുതിയ മോട്ടർ. ഇല്ലെങ്കിൽ ഉള്ളിൽ ലീക്കേജ് എല്ലാം വന്നിട്ട് അഡാപ്റ്ററും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് കേടുവന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെയും കസ്റ്റമേഴ്സ് നമ്മളെ വിളിക്കും വെള്ളം ലീക്കാകുന്നുവെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ടഫ്ലോൺ ടേപ്പ് ചെയ്ത് നല്ലോണം ത്രെഡ് ഉള്ളിലോട്ട് കയറ്റിയതിന് ശേഷം മാത്രം ഫിറ്റ് ചെയ്യുക. വീഡിയോ എടുക്കാൻ ഒരാളില്ലാത്തതുകൊണ്ട് പോക്കറ്റിൽ ഇട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ വരുന്നത്. അങ്ങനെ കണക്ട് ചെയ്തിട്ട് മോട്ടർ വയ്ക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിൻ്റെ സോളിനോഡ് വാൾവ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നില്ല. എന്തായാലും നമ്മൾ സോളിനോഡ് വാൾവും കൂടി മാറ്റുകയാണ്. ചിലപ്പോൾ പുതിയ ഫിൽറ്ററെല്ലാം ഇട്ടതിന് ശേഷം അങ്ങനെ പുതിയ മോട്ടർ സെറ്റ് ചെയ്ത് സോളിനോഡ് വാൾവ് എല്ലാം അകത്താക്കി നിൽക്കാതെ മോട്ടർ സെറ്റ് ചെയ്തതാണ് ഈ വീഡിയോ വരുന്ന അബദ്ധമാണ്. നമ്മൾ ടാങ്കെല്ലാം അഴിച്ചെടുത്ത് നല്ലോണം വൃത്തിയാക്കി വിളിക്കും വേസ്റ്റ് വെള്ളം നിൽക്കുന്നേ ഇല്ല പറഞ്ഞു. അങ്ങനെ ടാങ്കെല്ലാം വേറെ ആക്കി ഇപ്പോൾ ഫുള്ളായിട്ട് എല്ലാം അഴിച്ച് വൃത്തിയാക്കിയതിന് ശേഷം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മൾ 4 ഫിൽറ്റർ പുതിയതായിട്ട് വെച്ചത്. ഇത് കാണാൻ കഴിയും. അക്കോൻ്റെ നല്ല ഫിൽറ്ററാണ് വെച്ചിട്ടുള്ളത്. പുതിയ മെംബ്രെയിനും കാര്യങ്ങളെല്ലാം മാറ്റി സെറ്റാക്കിയിട്ടുണ്ട്. ആൽക്കലൈൻ ഫിൽറ്ററാണ് ഉള്ളിൽ വെച്ചേക്കുന്നത്. ഇപ്പോൾ കൊണ്ടോ ക്ലിയർ ആക്കിയിട്ടുണ്ട്. എല്ലാം ഉള്ളിലെല്ലാം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഇപ്പോൾ മെഷീൻ നമ്മൾ അതിൻ്റെ മുകളിലോട്ട് കയറ്റി സ്റ്റാൻഡിനകത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്കി വെള്ളത്തിന് നല്ലോണം ഫ്ലോ വരുന്നുണ്ട്. ഇത്രയും ഫ്ലോ വരുന്നതിൻ്റെ കാരണം നമ്മൾ മോട്ടറും സോളിനോഡ് വാൾവും മെംബ്രെയിനും മാറ്റിയത് കൊണ്ടാണ് ഇത്രയും ഫ്ലോ വരുന്നത്. നമ്മൾ ഓരോ പ്രാവശ്യം ശ്രദ്ധിക്കുക, ഈ ഫ്ലോ 6 മാസം കഴിയുമ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മൾ ഡസ്റ്റ് എത്രത്തോളം വന്ന് ഫിൽറ്ററിൽ അടയുന്നു അത്രത്തോളം വെള്ളത്തിൻ്റെ ടാങ്കിലോട്ട് കയറുന്നതിൻ്റെ വാട്ടർ പ്യൂരിഫയർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പ്രത്യേകം വാട്ടർ പ്യൂരിഫയറിനെ മെയിൻ്റനൻസ് ചെയ്യേണ്ടതാണ്. എന്നാലേ വെള്ളം കൃത്യമായും നമുക്ക് ലഭിക്കുള്ളൂ. ഇതുപോലുള്ള വീഡിയോസ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ചാനൽ പ്രത്യേകം സബ്സ്ക്രൈബ് ചെയ്യുക.